എല്ലാവരും വായു, നമുക്കിന്ന് ഒരു അയലക്കറി വെക്കാം. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരട്ടെ. അപ്പത്തിന് നമുക്ക് അയലക്കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാവേ. ആദ്യം ഒരു പാത്രത്തിലോട്ട് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി. അധികം എരിവ് വേണ്ടല്ലോ, വേണ്ടവർക്ക് അതിനകത്ത് ഇടാം. കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഫിഷ് മസാല വേണ്ടവർക്ക് ഒരു 2 സ്പൂൺ ഫിഷ് മസാലയും കൂടി ഇടാവേ. എന്നിട്ടിത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് ഒന്ന് മിക്സാക്കി വെക്കണം. നന്നായിട്ട് ഇളക്കി വെക്കണേ. ഇളക്കി ഒരു ശകലം നേരം ഇരുന്നോട്ടെ. നല്ലപോലെ മിക്സ് ആക്കണേ. നല്ലതായിട്ട് മിക്സായിട്ട് മാറ്റി വെച്ചേരെ. എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാവേ. ഇങ്ങനെ മീൻകറി വെക്കുവാണെങ്കിൽ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ചാറ് നല്ല ഇച്ചിരി നല്ല തിക്കായിട്ട് കിട്ടും. നല്ലപോലെ മിക്സാക്കി വയ്ക്കുക. അടുത്തത് നമുക്ക് മീൻകറിക്കായിട്ട് കടുക് വേണം, ഉലുവ വേണം, തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി. നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ മെയിനായിട്ട് കുടംപുളി, അതും വെള്ളത്തിലിട്ട് വെച്ചേക്കാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോഴത്തേനും നമ്മുടെ ചട്ടി ചൂടായി, എണ്ണയൊക്കെ ചൂടായി. 1/2 സ്പൂൺ കടുവും, ഒരു 1/2 സ്പൂൺ ഉലുവായും, അര വേണ്ട, അരയ്ക്കും കുറച്ചുകൂടി കുറവ്, ഉലുവായും കൂടി ഇട്ട് പൊട്ടിക്കണം. ചട്ടി ചൂടായി, തീയൊക്കെ കുറച്ച് വെച്ചേരെ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നല്ല തിളച്ച എണ്ണയായതുകൊണ്ട് ഇട്ടപ്പോഴേ പൊട്ടി. തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വഴറ്റണം. ഇച്ചിരി മൂക്കണം. മൂത്ത് കഴിയുമ്പം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം നമ്മൾ വെക്കാൻ. ഏത് മീൻകറി ഇങ്ങനെ വയ്ക്കാം. വെച്ച് കഴിഞ്ഞാൽ മീൻകറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇത് മൂത്തിട്ടുണ്ട്, അത്യാവശ്യം മൂത്തിട്ടുണ്ട്. മൂത്തതിനകത്തോട്ട് നമ്മൾ കുഞ്ഞുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ്, അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അയലയാണ് കറി വെക്കാൻ പോകുന്നത്. കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. അത് മൂത്തതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കണം. അതും വഴണ്ടി വരുമ്പോഴത്തേന് നമ്മൾ തക്കാളിപ്പഴവും കൂടി അതിനകത്തോട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കണം. 2 മിനിറ്റ് അടച്ചു വെച്ചാലും കുഴപ്പമില്ല, പെട്ടെന്നാകും. ഇതിപ്പോൾ ചട്ടി നല്ല ചൂടല്ലേ, തീ കുറച്ച് വെച്ചാലും നല്ല ചൂടാണ്. അതുകൊണ്ട് തക്കാളിപ്പഴം പെട്ടെന്നായി. അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച് മസാല ഇടുക. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഫിഷ് മസാല വേണ്ടവർക്ക് ഒരു 2 സ്പൂൺ ഇടാം. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതെല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം എടുക്കും ഇതൊന്ന് വഴറ്റി വരാൻ. പൊടിയെല്ലാം നല്ല മൂത്ത് എണ്ണ തെളിഞ്ഞ് വരണം ഇതിനകത്ത്. ഇങ്ങനെ വെക്കുമ്പോൾ മീൻ കറിക്ക് തിക്നെസ് ഉണ്ട്, അധികം എരിവില്ല. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്
അവർക്കും കഴിക്കാം, എരിവില്ല. നല്ല വഴണ്ടിയിട്ട് അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല മൂപ്പിക്കണം. നല്ല മൂത്ത് കഴിയുമ്പോൾ മീൻകറിക്ക് നല്ലൊരു കളർ കിട്ടും. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ട എണ്ണയൊക്കെ സൈഡിൽ കൂടി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നപ്പോഴത്തേന് ഉപ്പും കൂടി ഇട്ടു. ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാണ്. പുളിയും കൂടി ഇട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ആ പുളിയൊക്കെ ഇറങ്ങി ഉപ്പുമൊക്കെ നോക്കി. ഉലുവ നേരത്തെ ഇട്ട് പൊട്ടിച്ചിട്ടില്ല എങ്കിലും ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഇടാം. അപ്പം ഇതിന് അത്യാവശ്യം ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് തിളച്ച് വന്നോട്ടെ. തല സൈഡിൽ കൂടെ വരുന്നുണ്ടേ. നമ്മൾ വൃത്തിയാക്കി വെച്ച അയലയും കൂടി ഇടാം. നല്ലപോലെ കിടന്ന് തിളച്ചിട്ട് നല്ല തിള വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം ഒന്ന് ഇളക്കാം. ഇനി തിളച്ച് വേകാറായി കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായിട്ട് ഒന്ന് നോക്കാം. ഇനി ഉപ്പും കൂടെ ഒന്ന് നോക്കാം. നല്ല തിള വരുന്നുണ്ട്. ഇനിയിപ്പം മൂടി വെച്ചേക്കാം. തിളച്ച് പറ്റി കുറുകി വരട്ടെ. തിളച്ച് പറ്റി നല്ല വെന്ത് കറക്റ്റായിട്ടുണ്ട്. നല്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് നല്ലപോലെ പറ്റി. കണ്ടില്ലേ, ചട്ടി കണ്ടില്ലേ, നന്നായിട്ട് കറി പറ്റിയിട്ടുണ്ട്. നല്ലപോലെ പറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇരിക്കും തോറും ഇത് കുറുകും. നല്ലപോലെ നല്ല കട്ടിയാകും ചാറ്. കണ്ട കഷ്ണമൊക്കെ നല്ല വെന്ത് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കറിയൊക്കെ നല്ല സെറ്റായി. അത്യാവശ്യം ചാറൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഇത് നല്ലപോലെ അങ്ങ് കുറുകി വരും. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി, തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ, കറിവേപ്പില വേണം. ഇപ്പോൾ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്കില്ല കറിവേപ്പില. നമുക്കിവിടെ വലിയ ക്ഷാമമാണ്. അടിപൊളിയായിരുന്നു. ഉപ്പും എല്ലാം കറക്റ്റാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ചോറും കൂടെ ഉണ്ടാക്കാം മീൻകറി വെന്ത ഉടനെ.